തന്റെ പ്രണയങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്ന നടി മീനാക്ഷി രവീന്ദ്രന്റെ വാക്കുകളാണിപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീനാക്ഷി മനസ്സ് തുറക്കുന്നത്. പ്രണയം തകർന്നാലും വീണ്ടും അത്തരത്തിലുള്ള പ്രണയങ്ങളിൽ താൻ പെടാറുണ്ടെന്നാണ് മീനാക്ഷി പറയുന്നത്. ലേൺ, അൺലേൺ, റീലേൺ എന്നൊക്കെ പറഞ്ഞാലും അതിന് മാത്രം ഒരു മാറ്റവുമില്ല. അന്ധമായ പ്രണയം കാരണം ചില സമയത്ത് നമ്മളല്ല ഇതെന്ന് സ്വയം വിചാരിക്കും. ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടെയുണ്ടാകും. ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല എന്ന് അറിയാമെങ്കിലും അങ്ങനെ ആയിപ്പോകും. സ്കൂൾ ടൈമിലൊന്നും റിലേഷൻഷിപ്പ് തനിക്ക് ഉണ്ടായിട്ടില്ല. 20s കഴിഞ്ഞാണ് ആദ്യത്തെ റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നത് എന്നാണ് മീനാക്ഷി പറയുന്നത്. ജോലിയൊക്കെ കിട്ടി, പക്വത വന്നു, ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണെന്ന് ചിന്തിച്ചു. വെറുതെ തോന്നുന്നതാണ്. തനിക്കാണെങ്കിൽ റെഡ് ഫ്ലാഗ് കണ്ടാൽ ഹായ് ദാ വരുന്നു എന്ന രീതിയാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ല. പക്ഷെ എനിക്ക് തോന്നിയത് എല്ലാ റിലേഷൻഷിപ്പിലും ബട്ടർഫ്ലൈസ് ഒന്നും പറക്കില്ല. അടിവയറ്റിൽ ബട്ടർഫ്ലൈ ഒന്നും പറക്കാത്ത റിലേഷൻഷിപ്പുമുണ്ട്. അത് വിജയകരമായി മുന്നോട്ട് പോകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിലായിരിക്കും അങ്ങനെ. അല്ലാതെ കാണുമ്പോഴെല്ലാം അടിവയറ്റിൽ മഞ്ഞ് കോരിയിട്ടതുപോലെ തോന്നുന്നു, ബട്ടർഫ്ലൈ പറക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല. ചില ബെസ്റ്റ് ഫ്രണ്ട്സുമായി അടുക്കും. പരസ്പരം കണ്ട് തഴമ്പിച്ച ആളാണ്. അവിടെ അയാളെ കാണുമ്പോൾ എന്ത് ബട്ടർഫ്ലൈ പറക്കാനാണ്. തുടക്കത്തിൽ ചിലർ നല്ലതാണെന്ന് കാണിക്കും, പിന്നീട് അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെയാണ് ഒരു ക്രാക്ക് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നുവെന്നാണ് മീനാക്ഷി പറയുന്നത്. പ്രണയത്തിൽ ആദ്യം കാണിക്കുന്ന അതേ എഫേർട്ട് തുടർന്നാൽ ആ ബന്ധത്തിന്റെ മനോഹാരിത കാത്തു സൂക്ഷിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. താൻ അങ്ങനെ ഒരാളാണെന്നും ഫേക്ക് പ്രോമിസുകളൊന്നും കൊടുക്കാറില്ലെന്നും മീനാക്ഷി പറയുന്നുണ്ട്. തന്റെ ഫ്രണ്ട്സ് തന്നെയാണ് തനിക്ക് ബോയ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം എങ്ങനെയാണ് താനെന്ന് അറിയാം. താൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതെന്റെ സുഹൃത്തിനെ ആയിരിക്കുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് എന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവം അറിയണമെന്നും തനിക്ക് കാണുമ്പോൾ തന്നെ ഒരാളോട് ഇഷ്ടം തോന്നാറില്ല എന്നും ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഇടപഴകുമെന്നും പെട്ടെന്ന് ഒരാളോട് ക്രഷ് തോന്നാറില്ലെന്നും മീനാക്ഷി രവീന്ദ്രൻ വ്യക്തമാക്കുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ കുറിച്ചും മീനാക്ഷി രവീന്ദ്രൻ സംസാരിച്ചു. മോശം കമന്റുകളെ താൻ കാര്യമാക്കുന്നില്ല എന്നും തന്റെ വർക്കിനെ ബാധിക്കുന്നിടത്തോളം ഇതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്നും മീനാക്ഷി രവീന്ദ്രൻ പറയുന്നുണ്ട്. അടുത്തിടെയാണ് മീനാക്ഷിയുടെ വസ്ത്രധാരണത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയർന്നു വന്നത്. പ്രേമലു എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നിന്നുള്ള മീനാക്ഷിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു വിമർശനം. അതീവ സുന്ദരിയായി പിസ്ത ഗ്രീൻ നിറത്തിലുള്ള വസ്ത്രമായിരുന്നു മീനാക്ഷി ധരിച്ചിരുന്നത്. എന്നാൽ മീനാക്ഷിയുടെ വസ്ത്രധാരണ രീതിയെ കുറെ പേർ വലിയ തോതിൽ അന്ന് വിമർശിച്ചിരുന്നു. അതേസമയം ഇന്ന് മലയാള സിനിമാ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി മീനാക്ഷി രവീന്ദ്രൻ. നടിയുടെ ഒന്നിലേറെ സിനിമകളാണ് അടുത്തിടെയായി പുറത്തിറങ്ങിയത്. നായിക വേഷങ്ങളല്ലെങ്കിലും മീനാക്ഷി ചെയ്യുന്ന കഥാപാത്രങ്ങളേറെയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കോമഡി അനായാസം ചെയ്യാൻ മീനാക്ഷിക്ക് സാധിക്കുന്നുമുണ്ട്. നായികൻ ഉടൻ പണം എന്നീ റിയാലിറ്റി ഷോകളിലൂടെ ജനപ്രീതി നേടിയ ശേഷമാണ് മീനാക്ഷി സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.